എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തി. അതെ, 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. നമുക്ക് മുൻപേ മൺമറഞ്ഞ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ വിശുദ്ധന്മാരുടെ പട്ടിക എബ്രായർ 11 അങ്ങോട്ട് നിരത്തി. ഹാബേൽ മുതലുള്ള വിശ്വാസവീരന്മാർ, വിശ്വാസത്താൽ യാഗം കഴിച്ച ഹാബേല്, അതുപോലെ തന്നെ വിശ്വാസത്താൽ ദൈവത്തിന്റെ കൂടെ നടന്ന ഹാനോക്ക്, വിശ്വാസത്താൽ നീതി പ്രസംഗിയാകുന്ന നോഹ, വിശ്വാസത്താൽ മെസപ്പൊട്ടോമിയ വിട്ടിറങ്ങിയ അബ്രഹാം, വിശ്വാസത്താൽ യാത്ര ചെയ്ത യാക്കോബ്, പിന്നെ അബ്രഹാമിന്റെ ഭാര്യയെ പറ്റിയും ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് സാറ. കാരണം പുള്ളിക്കാരി ഒന്ന് ശക്തിപ്പെടണമായിരുന്നു. അതിനാ പുള്ളിക്കാരി ഇങ്ങനെ ബൈക്കിന്റെ പുറകെ ഇരിക്കുന്നതല്ലാതെ യക്കതിയൊന്നും കയറി ഒരുതിപ്പിരുന്നേച്ച് പോകുന്നതല്ലാതെ ഇതിന് യക്കതിയും വെളിവൊന്നും ചിലതിനില്ല. വാക്യം വായിച്ചു തരാൻ അറിയാൻ മേല, ഒന്ന് ഉറക്ക പാടുകയല്ല, പാസ്റ്ററുടെ ഭാര്യ, എല്ലാവരുടെയും കാര്യമല്ല. അമ്മാമ്മോ പിന്നെ അതൊക്കെ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അമ്മാമ്മ കളിച്ച് നടക്ക എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ദാസന്മാര് വാക്യം പറയുമ്പം ചടയെന്ന് വായിക്കണ്ടേ? കർത്താവിന്റെ ദാസന്മാരുടെ സഹധർമ്മണിമാര് പാടുമ്പോ കയറി പാടണ്ടേ? ഉമ്മ വായിക്കന്റെ പുറകിൽ ഇങ്ങനെ അത് പോട്ടെ, ഞാൻ നാളെ ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ സാറായെ ഒന്ന് ശക്തിപ്പെടുത്തണം. സാറയ്ക്ക് ആ ശക്തി വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ സാറ ആ ദൈവശക്തിയിൽ നിറയാഞ്ഞത് കൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, കൊച്ചിനെ കിട്ടണമെങ്കിൽ എൻ്റെ ദാസി ഹാഗറിന്റെ അടുക്ക ചെല്ലാൻ. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവദൂതന്മാർ വന്നു. 16-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പറഞ്ഞ് ഹാഗറിന്റെ കൂടാരത്ത് വിട്ടു. ശക്തിയില്ല, ദൈവത്തിൽ ശരിക്കും അങ്ങോട്ട് ബലപ്പെടുന്നില്ല. തമ്പുരാന് മനസ്സിലായി ഈ സഹോദരിയും ആവശ്യമാണ്. 18-ാം അധ്യായം ദൂതൻ വീട്ടിൽ വന്നു, ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണമെല്ലാം കൈക്കൊണ്ട് ദൂതൻ ചോദിച്ചു, അവറാച്ച താറാമ എന്തിയെന്ന് ചോദിച്ചു. കൂടാരത്തിനകത്തുണ്ടെന്ന് നമ്മൾ ചോദിക്കുക, അവറാച്ച അമ്മാമ എന്തിയാ? പഞ്ചായത്തിൽ കാണും കോഴിയെ മേടിക്കാനായിട്ട്. പിന്നെ യോഗത്തിനിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട്, അവിടെ പോയിരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാറ എന്തിയ കൂടാരത്തിനകത്തുണ്ട്. ഒരു കാര്യം ചെയ്യേ, അടുത്തയാണ്ടി ഒരു കൊച്ചിനെ കിട്ടും. സാറ ചിരിച്ചു. നീ ചിരിച്ചത് എന്തിനാ? ചിരിച്ചില്ല. എന്തിനാ വിസ്തരിക്കുന്നില്ല. ആ 18-ാം അധ്യായത്തിലെ വരവിൽ സാറ ശക്തിപ്പെട്ടു. വായിച്ചേ, എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്ന് വായിച്ചേ. അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനുണ്ട് യാക്കോബിനുണ്ട് കൂടെ കൂടാരങ്ങൾ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അടുത്തത് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ സാറ ശക്തിപ്പെട്ടെന്ന്. ആമേൻ. 16-ാം അധ്യായത്തിലും 17-ലും ഒന്നും ശക്തി വന്നില്ല. 18-ാം അധ്യായത്തിൽ ദൈവദൂതന്മാർ വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി സാറ ശക്തിപ്പെട്ടു, അല്ലെങ്കിൽ ആ പകല് ശക്തിപ്പെട്ടു. ഇന്ന് രാത്രി നീ ബലഹീനയായിട്ടാ വന്ന, പക്ഷെ അങ്ങനെ തിരിച്ചു പോകരുത്, ശക്തിപ്പെട്ട് തിരിച്ചു പോകണം. നീ രോഗിയായിട്ടാ ഇന്ന് രാത്രി വന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. മനോവേദനയോടാ ഇന്ന് രാത്രി നീ വന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി മനോലുക്കം മാറി നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഇന്ന് രാത്രി ശക്തിപ്പെടണം. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അത് തന്നെ നല്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ സാറ ശക്തിപ്പെട്ടു. അപ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മാത്രമല്ല താഴോട്ട് ഒത്തിരി പേരുണ്ട് വിശ്വാസവീരന്മാർ. അപ്പോൾ ഈ 12-ാം അധ്യായം വരെ ചിലരെ എടുത്തു പരാമർശിച്ചിട്ട് 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 11-ന്റെ 12 വരെ വിശ്വാസവീരന്മാരുടെ ചില കാര്യങ്ങൾ പറഞ്ഞ 13 വായിര്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. ഇന്ന് രാത്രി അതിലൊരു പദമെടുത്ത് 1-2 കാര്യം പറയാം. ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ടു.
എന്തോ കണ്ടു? ദൂരത്ത് നിന്ന് അത് കണ്ടെന്ന്. കണ്ടത് മറ്റൊന്നുമല്ല, പിണ്ടിച്ചങ്ങാടമൊന്നുമല്ല. സ്തോത്രം. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമാകണ്ടേ. നീ ഇവിടെ അന്തും ബിന്ദു ഒന്നും കണ്ടില്ലെങ്കിലും കാണേണ്ടത് ശരിക്കും കണ്ടോണം. ഇന്ന് രാത്രി ദൂരത്ത് നിന്ന് കാണേണ്ട വിഷയങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൂരത്ത് നിന്ന് കണ്ടു. ഒരു വാക്യം വായിച്ചേ, നമുക്കെല്ലാം അറിവുള്ള വാക്യമാ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 21 വായിച്ചു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ദൂരത്ത് നിന്ന് മകനെ കാണുന്ന ഒരപ്പൻ. അപ്പനെ കാണാനായി ഇവൻ അങ്ങോട്ട് ചെന്നത്. ചേട്ടനും അനിയനും. അവന് പല പേരുകൾ നാട്ടുകാരും വേറെ പുസ്തകം പ്രസംഗിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒന്നും ഇടുന്നില്ല. സ്തോത്രം. അവന്റെ സഹോദരന്റെ പേരും ഒരിക്കൽ ഒരാൾ പ്രസംഗിച്ച് ഞാൻ കേട്ടു. അതിന് ഞാനിപ്പോ കണ്ണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കൊള്ളാൻ 2 സഹോദരന്മാരും, ഒരപ്പന് 2 മക്കള്. ഇത് ഉപമയൊന്നുമല്ല, കഥയല്ല, ഉള്ള കാര്യമാണ്. യേശു പഠിപ്പിച്ചത്. ആ കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉള്ള കാര്യമാണ്. 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവനും മൂത്തവനും. വീട്ടിലാണെങ്കിലും ഇളയ പിള്ളേർക്ക് അല്പം സ്വാതന്ത്ര്യവും അധികാരവും. ചില വീടുകളിൽ മൂത്തവരങ്ങ് ഒതുങ്ങും, ഇല്ലയോ? ഒരെണ്ണം ഒതുങ്ങുന്നതല്ലതാ. ഞാൻ ന്യായമായ 1-2 കാര്യം
ആട്ടെ, കൃത്യം കൊടുത്തു. ഈ അപ്പന് നല്ലൊരു അപ്പനാ, ഉള്ള പകത്ത് കൊടുത്തു. ഇളയവൻ ഇതെല്ലാം കൂടെ സ്വരൂപിച്ച് ഊരോട്ടങ്ങ് പോയെന്നാ. എവിടെയാ പോയെന്നൊന്നും പുസ്തകത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യയിലായിരുന്നെങ്കിൽ അവൻ ആദ്യം നമ്മുടെ മദ്രാസ് ബീച്ചിൽ പോയി കാണും. പെട്ടെന്ന് അങ്ങോട്ടല്ലേ പോകണ്ടേ? ബീച്ചിൻ്റെ പേരെന്നെ മെറീന ബീച്ച്. അവനവിടെ കറങ്ങി അടിച്ചൊരു മൊബൈലും ഒക്കെ ആയിട്ട് അന്നേരം മിസ് കോള് പലത് വന്നു. നോക്കിയപ്പോൾ ലില്ലിയും സൂസിയും ഇവൻ അങ്ങോട്ട് മിസ് കോള് വിട്ടു. അപ്പോൾ അവളും വളരെ പമ്മി അടുത്ത് വന്നു. കുറച്ച് കാശ് അവൾ അടിച്ചു മാറ്റി അവൾക്കും ഒരു മൊബൈൽ കൊടുത്തു. നീ ഇങ്ങോട്ട് മെസ്സേജ് വിടണമെന്ന്. ഇവിടുത്തെ വീതമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ജോലിക്ക് പോയവൻ ജോലി ചെയ്തേച്ച് വീട്ടിൽ കൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൊണ്ട് കാശ് കൊടുക്കണ്ടേ, അവൻ വേറെ മൊബൈൽ മേടിച്ച് അവൾക്ക് ഒന്ന് ചെല്ലരി പറയാൻ കഴിയുമ്പോൾ അവളും പുതപ്പിനടിക്കണം. എന്താ ഉണ്ട് ആടെ? ഞാൻ വിവരിക്കുന്നില്ല, എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. നാളെ ആൾക്കാർ ചിലപ്പം മരണ്ടതാണ്. എവന് ദൂരോട്ട് അങ്ങ് പോയി. എന്തിനേറെ എല്ലാം നാനാവിധമാക്കി. വിസ്തരിക്കുന്നില്ല. പിതാവിന്റെ ഭവനം വിട്ട് പിതാവിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് തന്നിഷ്ടക്കാരനായി പിതൃഭവനം വിട്ട് ദൂരോട്ട് പോയ ഒരു മഹാഭാവിയുടെ ചരിത്രമാ ഈ വ്യക്തികൾ കൂടി വരച്ചു കാട്ടുന്നത്. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. അവസാനം എല്ലാം നാനാവിധമാക്കി. നേരത്തെ വിളിച്ചവരും ഹോട്ടലിൽ വന്നവരും സ്തോത്രം ടൂറ് പോയവരാരും ഇപ്പം ഇല്ല. ഇവൻ്റെ കാശും തീർന്നു. പിന്നെ ഇച്ചിരി പൈസ മൊബൈലുണ്ടായിരുന്നു. അന്നേരം അവന് ലില്ലിയെ വിളിച്ചു. അപ്പോൾ അവൾ സ്വിച്ച് ഓഫായി. അവൻ്റെ കൂട്ടുകാരൻ സാമിനെ വിളിച്ചപ്പോൾ അവനെ പ്രതികരിക്കുന്നുമില്ല. വേറൊരുത്തനുണ്ടായിരുന്നു, അവന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനും മിണ്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൈവിട്ടു. അപ്പോൾ അവന് മനസ്സിലായി പരുവക്കേടാ. മുട്ട് വന്നു തുടങ്ങി. അങ്ങനെ എഴുതിയേക്കുന്നത്. അവന് മുട്ട് വന്നു തുടങ്ങി. സ്തോത്രം. 2, അവന് മനസ്സിലായി ഞാൻ നശിക്കാൻ പോവുക. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഞാൻ നശിച്ചു പോകുന്നൊരു പദമുണ്ടല്ലോ, കണ്ടോ സഹോദരി? ഉണ്ട്. ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതാ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഞാൻ നശിച്ചു. 1, ഇവന് മനസ്സിലായി പരുവക്കേടാ, മുട്ട് വന്നു തുടങ്ങി. 2, ഞാൻ നശിക്കാൻ തുടങ്ങി. 3, അവന് മനസ്സിലായി ഞാൻ മഹാഭാവിയ. വിസ്തരിക്കുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് മുട്ടും വന്നു. ദേശത്തിലൊരു പൗരനെ ചെന്ന് ആശ്രയിച്ചു. പക്ഷേ നീ എവിടെ പോ? അവിടെ ഇരിക്കുക. ഇവിടോട്ടിരിക്കാൻ അവിടെ വന്നില്ല. എന്ത് എവിടെ പോ? അവിടെ ഇവന് മനസ്സിലായി പരുവക്കേടാന്ന് മനസ്സിലായി. മുട്ട് വന്നു തുടങ്ങി. നശിക്കാൻ പോവുകയെന്ന് മനസ്സിലായി. ദേശത്തിലൊരു പൗരനെ പോയി ആശ്രയിച്ചു. ഗുണമൊന്നും വന്നില്ല. ഒരു പൗരനെ ആശ്രയിച്ചാലും നിനക്ക് ഗുണം വരികയല്ല. ദേശത്ത് മിടുക്കന്മാരും രാജ്യങ്ങളിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട്. ഒരു മിടുക്കനും നിനക്ക് ഗുണം ചെയ്യത്തില്ല. ഇന്ന് രാത്രി നിനക്ക് ഗുണം ചെയ്യുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു. പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചു. കുട്ടം പന്നിക്ക് പോലും ഇവനെ എടുക്കാൻ ചെല്ലുമ്പോഴാണ് പന്നി മുക്കറായിടുന്നത്. അന്നേരം ഇവൻ പുറകോട്ട്. ഈ കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണവും ഉണ്ട്. അവന് ചെന്ന് ചാണും പന്നിയുടെ ഊത്ത് മേടിച്ച് ആകുന്നതിലും നല്ലത് കഴിക്കാതെ ആകുന്നതാണ്. സ്തോത്രം. പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പോയി സാധു. മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരും നിന്നും. കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമന്നു. കാരുണ്യ പൂരാ കടലേ. ചുരുക്കി പറഞ്ഞാൽ ഈ വേളവര തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല. എല്ലാം 1 മുട്ട് വന്നു തുടങ്ങി. 2 ആഗ്രഹിച്ചതൊന്നും കിട്ടുന്നില്ല.
പൗരനിൽ പോയി ആശ്രയിച്ചു രക്ഷയില്ല. അവന് മനസ്സിലായി നജിക്കാൻ പോവുക. അവൻ ഒടുവിൽ മനസ്സിലായി ഇനി ഒരൊറ്റ രക്ഷയുള്ളൂ. എൻ്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുന്ന ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുക. ഞാൻ എൻ്റെ അപ്പന്റെ അടുക്ക ചെല്ലും. എന്നിട്ട് അപ്പനോട് പറയാം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവന് മനസ്സിലായി ഞാനൊരു പാപിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അവൻ എല്ലാവരും പാപം ചെയ്തു. പാപിയായ മനുഷ്യന്റെ നിലവിളിയ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്ക ചൊല്ലും. അപ്പനോട് കാര്യമെല്ലാം തുറന്നു പറയും. അപ്പനെ കാണും. ഇവൻ അപ്പനെ കാണാനായി ഇങ്ങോട്ട് വന്നെങ്കിലും ആദ്യം അപ്പനായി ഇവനെ കണ്ടേ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. ഏത് മഹാഭാവിയെയും കാണുന്ന ഒരു പിതാവുണ്ട്. നിന്റെ മാതാവോ പിതാവോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരോ ചാർച്ചക്കാരോ സഭക്കാരോ ഒന്നും നിന്നെ കാണുകയല്ല. നീ കുടിയനാ, വെറിയനാ, ആ തെമ്മാടിയാ, അവൻ ഗതിയില്ലാത്തവനാ, അവന് ഗതി കെട്ടവനാ, അവൻ കഴിവൊന്നുമില്ല, ഇവനെ നശിച്ചു പോയി, ഓ ഇനി ഇവനെ കണ്ടിട്ടും വലിയ കാര്യമില്ലെന്നെല്ലാം നമ്മുടെ കുടുംബക്കാരും ചാർച്ചക്കാര് പ്രിയപ്പെട്ടവരും ചിന്തിക്കും. പക്ഷേ നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട്. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, നിരാശപ്പെട്ടു പോകരുത്. ആരും നിന്നെ കാണത്തില്ലെങ്കിലും ദൂരത്തിരുന്ന് നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട്. ഏത് പാപിയും അനുതാപത്തോടെ മടങ്ങി വന്നാൽ അവനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അകത്തോട്ട് സ്വീകരിക്കുന്ന ഒരപ്പൻ. എം എ ചെറിയാച്ചനൊരു പാട്ട് പാടി ഇവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു, എന്നെ തള്ളാതെ മേത്തരമ അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പന, എന്നെ തള്ളാതെ മേത്തരമ അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പന. അപ്പൻ ഇവനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ടതെല്ലാം കൊടുത്തു. സ്തോത്രം. അവനെ അവിടുന്ന് വന്നപ്പോ പാടിയൊരു വരിയുണ്ട്, കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിൽ എന്നിഷ്ടം പോൽ ഞാൻ നടന്നു, എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പന, എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പന. ആമേൻ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. നിന്നെ കെട്ടിപ്പിടിച്ച് മുത്തമിടുന്ന ഒരു അപ്പനുണ്ട്. നീ കെട്ട മകനെ പോലെ ദുഷ്ടവഴികളിലൊക്കെ നടന്നെങ്കിൽ ആരും നിന്നെ ഗവനിക്കുന്നില്ല, ആരും നിനക്ക് സഹായമില്ലെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, അനുതാപത്തോടെ മടങ്ങി വന്നാൽ നിന്നെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അവൻ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ കാലിന് ചെരുപ്പിട്ട് അവൻ പ്രൈസ് ദി ലോർഡ് നിനക്ക് മേത്തരമായ അങ്കി തന്ന് ശ്രേഷ്ഠമായ ഭോജനം തരുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വാ. ആമേൻ. ഹല്ലേലൂയ. വീട്ടിലേക്ക് മടങ്ങി വാ, വീട്ടിലേക്ക് മടങ്ങി വാ. ദൂരത്ത് നിന്ന് അപ്പനവനെ കണ്ടു. സ്തോത്രം. ദൂരത്ത് നിന്ന് കാണണം. രണ്ടാമതായിട്ട് ദൂരത്ത് നിന്ന് കാണണ്ട കാര്യം മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 55-ാം വാക്യം വായിച്ചേ. ദൂരത്ത് നിന്ന് കാണേണ്ട രണ്ടാമത്തെ കാര്യം. പെട്ടെന്ന്. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം. ദൂരത്ത് നിന്ന് ഈ സ്ത്രീകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്തുവാന്നറിയോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരുവൻ ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. 35-ാം വാക്യം വായിച്ച സഹോദരി, വിസ്തരിക്കാൻ നേരമില്ല. 35 വായിര്. എന്തുവാ ദൂരത്ത് നിന്ന് കണ്ടെന്ന്? അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ ക്രൂശിൽ ഒരുവൻ തറക്കപ്പെട്ട് കിടക്കുക.
പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി മേട് വരെ കുരിശുമരം ചുമന്നുകൊണ്ട് വേച്ചും മറച്ചും വീണും എഴുന്നേറ്റും കഠോരകൃതന്മാരാകുന്ന കാട്ടാളന്മാരാകുന്ന പടയാടുകളുടെ അടിയുമൊക്കെ ഏറ്റ് മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി മുൾക്കിരീടധാരിയായി മുതുക് ഉടമയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി അവൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവൻ കുരിശുമെടുത്തുകൊണ്ട് ആ കാൽവറിയിലേക്ക് പോകുകയാണ്. നദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്ത് വരുന്നിതാ കൃപതാ പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്ത് വരുന്നിതാ കൃപതാ ക്രൂശും വഹിച്ച കുന്നിന്മീത് പോകുവതാരോ ക്ലേശം സഹിച്ചോരഗതിയെ പോലെ ചാകുവതാരോ. അപ്പൊ ശ്രദ്ധിക്കുക, ആ കുരിശുമരം ചുമന്ന് ആമൻ ഗോൽഗോഥായിൽ ചെന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ ആമൻ ഇരുമ്പാനുകളാൽ തറക്കപ്പെട്ട് തൂങ്ങപ്പെട്ട് കിടക്കുന്ന ലോകരക്ഷകനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു ദൈവത്തിന് മകത്ത് ഈ കാഴ്ച അവൻ 55-ാം വാക്യത്തിൽ സഹോദരിമാരെല്ലാം ദൂരത്ത് നിന്ന് കാണുക. എന്തുവാ? ക്രൂശിലൊരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്നു. ഇന്ന് രാത്രി നീ ക്രൂശിലോട്ട് നോക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിൽ നോക്ക്. നിന്റെ പാപം മാറ്റുവാൻ, നിന്റെ ശാപം മാറ്റുവാൻ, നീ രക്ഷപ്പെടുവാൻ, നിനക്ക് സമാധാനം ഉണ്ടാകുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ രക്ഷിപ്പാൻ ഒരുവൻ ക്രൂശിൽ കിടക്കുന്നു. ഇന്ന് രാത്രി അത് ദൂരത്ത് നിന്ന് കാണണം. ആര് ക്രൂശെ നോക്കും അവൻ രക്ഷപ്പെടും. ആര് ക്രൂശിൽ പ്രശംസിക്കും അവന് വിടുതലാ. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിൽ നോക്കി ആർക്കും ദോഷം വന്നിട്ടില്ല. ആ ക്രൂശിൽ നോക്കി ഒരുവനും നശിച്ചു പോയിട്ടില്ല. അവൻ സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ ക്രൂശിങ്കിലേക്ക് കൺകുളിയർത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പെട്ടെന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അങ്ങിരിക്കുക. ഒന്ന്, ദൂരത്ത് നിന്ന് അപ്പം കണ്ടു പാപിയായ മനുഷ്യനെ. അവൻ കാണേണ്ട കാര്യമാ ക്രൂശെ കാണാൻ ദൂരത്ത് നിന്ന്. അങ്ങനെ ക്രൂശിൽ നോക്കിയാൽ നീ രക്ഷപ്പെടും. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ക്രൂശെ നോക്കിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ ക്രൂശെ നോക്കി ദൂരത്ത് നിന്ന്. രണ്ട്, അങ്ങനെ മൂന്ന്, ഇനി ദൂരത്ത് നിന്ന് പിന്നെ നോക്കേണ്ടത് തന്നെ. ആദ്യം പാപിയായൊരു മനുഷ്യൻ വരിക, അപ്പം ദൂരത്ത് നിന്ന് കണ്ട് അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. അവൻ ക്രൂശെ നോക്കണം. ഇനി ദൂരത്ത് നിന്ന് നോക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 22:4 വായിച്ചോ. നേരമില്ല, പെട്ടെന്ന് വായിച്ചങ്ങ് പോകാം. 3-ാം ദിവസം അബ്രഹാം നോക്കി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. മതി മതി മതി. ഇത് ദൂരത്ത് നിന്ന് കണ്ടത് ആരാധിക്കേണ്ട സ്ഥലമാ. നീ അതിലെല്ലാം പോയി കൈയടിച്ച് നടക്കാതെ അവിടെ ഒരാഴ്ച പോയി, അപ്പുറം 2 ആഴ്ച പോയി, പിന്നെ അവിടെ ചെന്ന് എവിടെ ചെന്നാലും പുള്ളി ഉണ്ട്. ഒരു വെളിവില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലമാ? ദൈവം പറഞ്ഞ സ്ഥലം. ഒരു രാത്രി ഈ ദൈവം അബ്രഹാമിനോട് പറയുക, പ്രത്യക്ഷപ്പെട്ട്, ഒരാഴ്ച നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ. അങ്ങനല്ലയോ സഹോദരി? ഇസഹാക്കിനെ. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. ഇസഹാക്കിനെ തന്നെ തെറ്റരുത്. കാരണം ഇസ്മായിലിനെ കണ്ടിക്കരുത്. അവനെ കണ്ടിക്കാനും ഉണ്ട്. സാറാ കൊച്ചമ്മ വേണേ പറയാം, അച്ഛാ ഇവനെ കണ്ടിക്കണ്ട, അവനെ കണ്ടിക്കുക. അവനെ അല്ലെങ്കിലും ഞാനൊന്ന് കണ്ടിക്കാനായിട്ട്. അവൻ്റെ അമ്മയെ കണ്ടിക്കാൻ നോക്കി ഒത്തില്ല, എന്നാൽ ഇവനെയെങ്കിലും ഒന്ന്. ഈ പെണ്ണുങ്ങൾ രണ്ടുകൂടെ എന്തോ ബോൾത്തായിരുന്നു. ഒരുത്തി നിറവയറോടെ ഒറ്റ ഓട്ടം. അയ്യോ, പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഓടണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് തള്ള ഏത് വകുപ്പാ? അല്ല, നിങ്ങൾ അമ്മമാരും സഹോദരിമാരുമല്ലേ? പൂർണ്ണഗർഭവതിയായ ഒരു സ്ത്രീയെ നിറവയറോടെ ഒരു വീട്ടിൽ നിന്ന് ഓടണമെങ്കിൽ മറ്റേ പുള്ളിക്കാർ നല്ല ആറ്റം സൈസാ.
സ്തോത്രം. രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ബോളത്തായാണ് ഇടയ്ക്ക് നിൽക്കുന്ന നമ്മളാ ഇല്ലേ? അമ്മയും ഭാര്യയും കൂടെ കുരുക്ക. നമ്മൾ എന്നാ ചെയ്യും? ഭാര്യയുടെ പക്ഷം പറയാൻ പറ്റുമോ? അമ്മയുടെ പക്ഷം? അല്ല, നിങ്ങളൊന്ന് സമാധാനം പറ, ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ ഇല്ലേ? അമ്മയും ഭാര്യയും രണ്ടും നമുക്ക് വിലപ്പെട്ടവരാ. ഭാര്യ കൂടെ ഉഭയസമ്മതത്തിന് ഉടമ്പടി മരണം വരെ, മരണത്താൽ അല്ലാതെ അങ്ങനെ കുരുക്കിട്ടാ വിട്ടേക്കുന്നേ. മരണത്താൽ ഒന്നും പറഞ്ഞില്ലേ? ഓ, അടിച്ചെടുത്തോണ്ട് പോരുമായിരുന്നു. പക്ഷേ ഒന്നും പറയാൻ ആരുമില്ല. ഞങ്ങൾ ഓട്ടോയിലിരുന്ന് ഞാൻ അവളോട് കാര്യമല്ല പറഞ്ഞേടി വീട്ടോട്ട് ചെല്ല, അമ്മയോട് നീ കയറി. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അമ്മയും ഭാര്യയും രണ്ടും നമുക്ക് വിലപ്പെട്ടവരാ. അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയാ. അപ്പൊ ഈ അമ്മയും ഭാര്യയും കൂടെ കുരുക്കാണെങ്കിൽ നമ്മൾ ഞരങ്ങുന്നത് ആരാ? പിന്നെ നമ്മൾ തന്നെ പറയാ, എടി നീ അങ്ങ് അടങ്ങേ, അമ്മയല്ലേ. ഞാൻ അടങ്ങത്തില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ആ തള്ള ഇങ്ങനെ കിടന്ന് ചാടുന്ന അവള് ഇങ്ങനെ നിൽക്കുക അല്ലേ, കമ്പിത്തിരി പോലെ. കമ്പിത്തിരി കത്തിക്കുമ്പോ ഒരു ചീറ്റും പൊട്ടലും. അവൾ ഒതുങ്ങുകയല്ല. ഒന്ന് നമ്മൾ അമ്മയോട് എന്ന് പറഞ്ഞ, അമ്മ അങ്ങ് ക്ഷമിക്കുക. അതാടാ നിനക്കിപ്പോ ഞാൻ മിണ്ടുന്നത് അല്ലേ? ഇത് നമുക്ക് പ്രയാസമാണ്. ആട്ടെ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ചെല്ലി ചിന്തിക്കുക, പാസ്റ്റർ വയ്യെങ്കിലും അതിച്ചിരി പറ, അവളും വന്നിട്ടുണ്ട്, തള്ളയും വന്നിട്ടുണ്ട്, രണ്ടും വന്നിരിപ്പുണ്ട്. പാസ്റ്റർക്ക് വയ്യയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. കുറച്ച് നേരം കൂടെ രണ്ടും നല്ല പറ്റിയ വാറതാനാ. കുറേ നാൾ കൊണ്ട് ഞാൻ കിടന്ന് കൈക്ക് രണ്ടും ഏതെങ്കിലും ഒന്ന് ഗുണമായാൽ മതി. നേരമില്ല, നാളെ ഇങ്ങ് വാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇസ്മായിലിനെ കണ്ടിക്കരുത്, ഇസഹാക്കിനെ തന്നെ. അരുളപ്പാട് കേട്ട് യവറാജൻ അടങ്ങിക്കിടന്നതിൽ അധികാലത്തെടുന്നിട്ട് കടലേക്ക് കോപ്പിട്ട് ബാല്യക്കാരെ ക്രമപ്പെടുത്തി തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് കത്തിയുണ്ട് വിറകുമൊക്കെ എടുത്തുകൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക. എന്തിനാന്നറിയാം? ആരാധിക്കാൻ. ആ നോട്ടത്തിന്റെ ആദ്യം ദൂരത്ത് നിന്ന് കാണേണ്ടത് പാപിയായ മനുഷ്യൻ. ആ പാപിയായ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നീ കാണേണ്ടത് ക്രൂശെ കാണണം. നിനക്ക് വേണ്ടി ജീവനെ തന്നവരും ക്രൂശിൽ കിടക്കുന്നു. നിനക്ക് വേണ്ടി രക്തം ചിന്തിയൊരുവൻ ക്രൂശിൽ കിടക്കുന്നു. നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നൊരുവൻ ക്രൂശിൽ കിടക്കുന്നു. ആ ക്രൂശിൽ ദൂരത്ത് നിന്ന് കണ്ടാൽ പിന്നെ അടുത്ത് കാണേണ്ടത് ആരാധിക്കുന്ന സ്ഥലമാ. ക്രൂശെ കണ്ട ചുമ്മാ നടന്നപ്പോ ആരാധിക്കേണ്ട ഇടം കാണണം. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇതൊക്കെ വേറെ പുസ്തകത്തിൽ എടുത്തെടുത്ത് പറയേണ്ടതാ. ഒറ്റവാക്കി പറയാ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ബേബി ആരാധിക്കരുത്, തങ്കനെ ആരാധിക്കരുത്, ചിന്നമ്മ കയറി ആരാധിക്കരുത്, ബാബുക്കുട്ടിച്ചാനെ കയറി ആരാധിക്കരുത്, തമ്പിച്ചായനെ ആരാധിക്കരുത്, കയ്യപ്രകാമനെ ആരാധിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉണ്ണുണ്ണി സാറിനെ ആരാധിക്കരുത്, ഏജയോണിനെ ആരാധിക്കരുത്, തോമാച്ചൻ ചാരോൻ തോമാച്ചനെ ആരാധിക്കരുത്. ആരാധിക്കുന്നുണ്ടെന്നല്ല, ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇളക്കം കയറും. എന്നെ ആരാധിക്കരുത്, ദൈവദാസനെ ആരാധിക്കരുത്, അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഒരു മണ്ണിനെയും തൂണിനെയും തുരുമ്പിനെ ആരാധിക്കരുത്. വൃക്ഷലതാദികളോ പക്ഷിമൃഗാദികളോ കന്നുകാലിയോ ഒന്നിനെ ആരാധിക്കരുത്. പാമ്പിനെ ആരാധിക്കരുത്. മൃഗങ്ങളെ ആരാധിക്കരുത്. പൂജര ഖേജര വസ്തുക്കളെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്. അതിനെയൊക്കെ ബഹുമാനിച്ചോ. ആരാധിക്കേണ്ടത് ദൈവത്തെയാ. ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധനക്ക് യോഗ്യൻ ദൈവമാ. തന്റെ മകത്വം ദൈവമാർക്കും വിട്ടുകൊടുക്കത്തില്ല. ആരാധനക്ക് യോഗ്യൻ ദൈവം. അതല്ലേ പൊന്നും മൂരും കുന്തിരിക്കം കൊണ്ട് കാഴ്ച വെച്ച് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചെന്ന. അമ്മ അടുത്ത് കിടപ്പുണ്ട്, അമ്മയെ തെറ്റി തൂരോട്ട് കളയേണ്ടത് അല്ല, കിടന്നോട്ടെ. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ അവനാ. ഒന്നുമാകരം നിന്നടുക്കൽ പറ്റിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഒന്നുമാകരം നിന്നടുക്കൽ പറ്റിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഓ വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള സന്നിധിയെന്നു തന്നെ
പറഞ്ഞ് സന്നമിച്ചു ഘോഷിക്കുന്നീതാ നിജംഗമായി സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ നാചപാത്രമായ ലോകം ആകെയും ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ആരാധനക്ക് യോഗ്യൻ അവൻ ദൈവം തമ്പുരാനാ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ഇനി ആരാ ആരാധിക്കേണ്ടത്? ഇപ്പോഴത്തെ ആരാധനയൊക്കെ വലിയ വിചിത്രമാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ വെക്കുമ്പോ ചുമ്മാ ഇരിക്കുന്ന മേരിയും കിടന്ന് തുള്ളുക, ഒരു കഴമ്പും ഉണ്ടായിട്ടില്ല. അവസാനം പറയാം നാളെ വരുവാ, ഇല്ല ദേഹത്തിന് വേദനയാ. ഉമ്മ ഇങ്ങനെ അരിച്ചാക്ക് തുള്ളും പോലെ ഇതെല്ലാം കൂടെ വെച്ച് ഇങ്ങനെ അടിക്കുമ്പോ അതൊന്നും അല്ല ആരാധന. സ്തോത്രം. ഇപ്പോഴത്തെ മിക്ക പാട്ടുകാരെ നിങ്ങൾ എല്ലാവരുടെയും അല്ല, കറണ്ട് പോയ ഉടനെ ആരാധന പോയി. കറണ്ട് പോയ ഉടനെ തീർന്നു. പിന്നെ വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം. കറണ്ട് വരുമ്പോ പിന്നെ ഇളക്കാൻ തുടങ്ങും. എടാ മൂലമറ്റത്തിൽ നിന്നാണ് അവിടെ ആരാധന വരുന്നേ. മൂലമറ്റത്തല്ലേ പവർ ഹൗസ്? എന്നാ പറ്റി? പിന്നെന്നാ മൂലമറ്റത്താണോ ആരാധന ഇരിക്കുന്നത്? തൻ കൈയിൽ തപ്പട്ട് താർത്തതുപോലെ ചെങ്കടൽ കടന്ന മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഓ ഞാൻ നിന്നെ ആരാധിക്കാം, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത. ആ പാട്ട് ഗണേശ്വരത്ത് സഭയിലുണ്ടായിരുന്ന പരുത്തമ്പാറയിൽ ഒരു ചാക്കോ സാറിന്റെ പാട്ടാ. നല്ല പാട്ടാ. നല്ല നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ശവസംസ്കാരത്തിന് ഞങ്ങൾ പോയി സംബന്ധിച്ചു. നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. ആട്ടെ, അപ്പോൾ അവൻ ആരാധനയ്ക്കുള്ള ഇടം അപ്പുറക്കാൻ ദൂരെ വെച്ച് കണ്ടു. അപ്പൊ ആരാധിക്കാൻ അപ്പനും മോനും പോയപ്പോ ചെറുക്കൻ കയറി ചോദിച്ചു, അപ്പാ അല്ലെ കത്തിയും വിറകുമൊക്കെ ഉണ്ട് യാഗത്തിനുള്ള? ചെറുക്കനറിയാം ഒരു ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടി വേണം. അപ്പൊ ആരാധനയ്ക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് ചെറുക്കന് നല്ലതുപോലെ അറിയണം. നമ്മുടെ പിള്ളേരെ അത് അറിയണം, പിള്ളേരെ അത് പഠിപ്പിക്കണം. കൊച്ചുങ്ങൾ അറിയണം ആരാധനയ്ക്ക് എന്ത് വേണം എന്തൊക്കെ. അത് അറിയണമെങ്കിൽ കൊച്ചുങ്ങളുടെ മുന്നിൽ അപ്പനും അമ്മയും ആരാധിക്കണം. നീയുമ്മ വെടിക്കാരന്റെ ഓടി ഇരിക്കും പോലെ വന്ന് ഇരിക്കുക. കൊച്ചുങ്ങൾ പറയാ സ്തുതിച്ചാട്ടെ. കൊച്ചുങ്ങൾ പറഞ്ഞ സൗകര്യമില്ലെന്ന് പറയും. സ്തുതിക്കണ പൊക്കുകയല്ല. നമ്മൾ അവരെ ആരാധിപ്പിക്കണമെങ്കിൽ ആദ്യം സ്റ്റേജായിരിക്കുന്ന ഞാൻ സകലം ആരാധിക്കണം. മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? രണ്ട് പിള്ളേരോട് പറഞ്ഞു ആദ്യത്തെ പാഠം എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നമ്മളെ പറ്റി ഒരു ആക്ഷേപമുണ്ട്, നമ്മളല്ല കറങ്ങി നടക്കുന്നതാണ് ഒരു ആക്ഷേപം. ക്ലാസ് എടുക്കുക. അമ്മ ഞണ്ട്. മക്കളെ നിങ്ങളെല്ലാവരും നേരെ ഉടനെ ഒരു കുഞ്ഞഞ്ഞണ്ട് അപ്പൊ സൂത്രക്കാരനാ മമ്മി ഒന്ന് നടന്ന് കാണിക്കാൻ. മനസ്സിലായല്ലോ? എടാ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം മാതൃക കാണിക്കണം. അന്നേരം അതുങ്ങളും ആരാധിക്കാം. അത് ചെറുക്കൻ അറിയാം ആരാധനയ്ക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. അവൻ ചോദിച്ച മൃഗവന്തി എന്ന്. അബ്രഹാം നല്ല മനുഷ്യൻ. അബ്രഹാം മോനെ വിശ്വാസം പിടിച്ച് മോനെ യഹോവാക്കരുത് വന്ന്. ഇന്നത്തെ അബ്രഹാം പറയാം നിന്നോട് ഈ കാര്യം വല്ലതും ചോദിച്ചോ, നിന്നെ കണ്ടിക്കാനാ കൊണ്ടുപോകുന്നത്. വഴിക്ക് വെച്ച് തന്നെ ഇറക്കാൻ അപ്പനെ കണ്ടിക്കും. താൻ ഇത്ര വിശ്വാസം പറഞ്ഞ എന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കി. യാഗവും നടക്കുകയല്ല, യോഗവും നടക്കുകയല്ല. അബ്രഹാം ചെറുക്കനെ വിശ്വാസം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അങ്ങോട്ട് പോകുമ്പോ ദൂരത്ത് നിന്ന് അബ്രഹാം സ്ഥലം കണ്ടു. ഏതാ? ആരാധനയുടെ സ്ഥലം. ഞാൻ വിവരിക്കുന്നില്ല, അത് കാണണം. ദൈവത്തെ ആരാധിക്കണം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കണം. വിശ്വസ്തരായി നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവ സ്നേഹത്തിൽ വേണം ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്.
ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഒന്ന്, ദൂരത്ത് നിന്ന് അപ്പം കണ്ടു, പാപിയായ മനുഷ്യനെ ചേർത്തകത്തോട്ട് കൊണ്ടുപോവുക. അങ്ങനെ പാപിയായ മനുഷ്യൻ കാണേണ്ടത് ദൂരത്ത് നിന്ന് ക്രൂശ് കാണണം. അങ്ങനെ ക്രൂശ് കണ്ട് അനുദപിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പിന്നെ സത്യാരാധന കാണണം, ആരാധന. അങ്ങനെ ആരാധന കണ്ട് മുമ്പോട്ട് പോയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 വായിക്കുന്നത് പോലെ ദൂരത്ത് നിന്നത് കാണണം. ആരാധനയ്ക്ക് വന്ന് അത് കണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ആമേൻ വേർപാട് പാലിച്ച അപ്പോസ്തലിക ഉപദേശത്തിൽ അടിയുറച്ചു നിന്ന് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരാണ് ആ പട്ടണത്തിൽ ചെല്ലുന്നത്. നീ അപ്പന്റെ വീട് കാണാതെ, ക്രൂശ് കാണാതെ, ആരാധനയ്ക്കുള്ള ഇടം കാണാതെ നീ പോയാൽ ഒടുവിൽ പിന്നെ നീ വേറൊരു ഗതികേട് കാണും. അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ഒടുവിൽ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 16-23 വായിര്. ക്രൂശ് കാണാതെ, അപ്പന്റെ വീട് കാണാതെ, ആരാധിക്കുന്ന ഇടം കാണാതെ നീ പോയാൽ പിന്നെ നീ കാണുന്നത് ഇല്ലേ നമ്മുടെ പുള്ളി കണ്ടത്. ധനവാനും മരിച്ചടക്കപ്പെട്ടു. ധനവാനും മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. പാതാളത്തിൽ എനിക്ക് കാല് വേദനിക്കുന്നു. ഞാനിവിടെ ഇതങ്ങോട്ട് വെച്ചിട്ട് നീക്കി വെച്ചത് വയ്യ, ഇതങ്ങോട്ട് വെച്ചത്. സ്തോത്രം. ഞാൻ നിർത്തുക. എന്നാലും അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേര്. അതാ നല്ലത്. അല്ല, കസാര കിട്ടാ ആട്ടെ. ഏതായാലും ഒരു കസാര എടുക്കാനുള്ള ആക്കമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ വായിച്ചേ സഹോദരി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. പാതാളത്തിൽ പുള്ളി യാതന അനുഭവിക്കുമ്പം മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും പുള്ളി ഇപ്പോഴാ കാണുന്നത്. ജീവിച്ചിരുന്നപ്പോൾ ഒന്നും പുള്ളി ഇത് കണ്ടില്ല. പുള്ളിയുടെ പടിവാരൊക്കെ കിടക്കാറുണ്ട്. ലാസർ ജീവിച്ചപ്പോഴൊന്നും കണ്ടില്ല അല്ലേ? പടിവാരൊക്കെ കിടക്കുന്നതല്ലേ എഴുതിയേക്കുന്നത്. ലാസർ എന്ന പേരുള്ള വ്രണം പറഞ്ഞൊരു അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചെന്നുള്ള അയാൾ കൊടുത്തൊന്നുമില്ല. ഇയാൾ അവിടെ കിടന്ന് ആഗ്രഹിക്കുക അപ്പം കിട്ടുമെന്ന് ഓർത്ത്. അതെ, അപ്പൊ ലാസർ ഈ ധനവാന്റെ പടിപ്പുരവാതൊക്കെ കിടക്കുക. ഈ ധനവാൻ കയറുകയും പോകുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോ ഒന്ന് കാണണ്ടേ? ഇവൻ കണ്ടില്ല. ലോകം അങ്ങനെ. ഗതികേട് പിടിച്ചവനെ, ദരിദ്രനെ, വ്രണം നിറഞ്ഞവനെ, നല്ല വസ്ത്രമില്ലാത്തവനെ, സുഖലോലുപത ഇല്ലാത്തവനെ ഒന്നും ആരും കാണുകയില്ല, സമക്കാരും കാണുകയില്ല. പിന്നെ നിങ്ങളൊരു വലിയ സഭയിലൊന്നും ചെന്നേ ആത്മഭാരം കൊണ്ട് നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അവര് നോക്കുന്നത് കുടുംബക്കാര്, സിറിയനിൽ നിന്ന് വന്ന ആരൊക്കെ ഉണ്ട്, കനായിൽ നിന്ന് വന്നത് ആരൊക്കെ ഉണ്ട്, ആർസിയിൽ നിന്ന് വന്നത് ആരൊക്കെ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെയൊക്കെയാ ലോകം മുഴുവൻ. കാശുള്ളവനെയും കഴിവുള്ളവനെയും മിടുക്കന്മാരെയും സമ്പത്തുള്ളവരെയൊക്കെയാ കാണുന്നത്. ദരിദ്രനെ ആരും കാണത്തില്ല. വ്രണം നിറഞ്ഞവനെ ആരും കാണത്തില്ല. ഇല്ലില്ല, കാണുകയല്ല. കാണാൻ കണ്ണില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് നോക്കിക്കേ, കാണുമോ? ഇപ്പോഴത്തെ ചില സഭകൾ തന്നെ കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കാറും കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കളറുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കളർ കുറഞ്ഞതെല്ലാം കൂടെ ഒരു സഭ, ഗതികേടെല്ലാം കൂടെ ആണെന്ന്. ഭയങ്കര ആത്മഭാരവുമാ. വടുക്ക കിടക്കുക ഒരുത്തൻ ലാസർ. ധനവാനൊന്നും കണ്ടില്ല. പക്ഷെ ഇയാൾ ചത്തു. ആര്? ഞാൻ ഇന്നലെയും പ്രസംഗം ചോദിച്ചു പറഞ്ഞു, ധനവാൻ മരിച്ചു. ആദ്യം ലാസറാ മരിച്ചേ. അങ്ങനല്ലയോ സഹോദരി? ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഈ ലാസറിനെ പറ്റി വായിക്കുന്ന കൊണ്ടുപോയെന്ന. എങ്ങനെ കൊണ്ടുപോയെന്ന്? ധനവാനെ പറ്റി വായിക്കുന്ന കൊണ്ടുപോകാൻ ആളില്ലായിരുന്നു, കൊണ്ടുപോയില്ല, പുള്ളി പെട്ടു. വായിച്ചേ. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പെട്ടു. അങ്ങനെ ലാസറിനെ ദൂതന്മാര് വന്ന് കൊണ്ടുപോയി, അങ്ങ് കൊണ്ടുപോയി. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. പെട്ടു.
പെട്ടത്? തീജ്വാല, യാതന, ഭയങ്കര ഉഷ്ണം, പരവേശം. മേളിൽ ഇരുന്നപ്പോ നന്നായിട്ട് സുഖിച്ചതാ. പുള്ളി ബ്രാൻഡഡ് സാധനമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ വാൻ കുസൈൻ്റെത് അലൻസോളിയുടെ ഷർട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഒരു നന്നായിട്ട് കരക്കിരുന്ന് സുഖിച്ചവനാ. ഇപ്പൊ പെട്ടു. പുള്ളി പെട്ട് കുഴഞ്ഞ് അവിടെ കിടന്നോണ്ട് പുള്ളി നോക്കിയപ്പോൾ പടിവാളിൽ കിടക്കുന്ന ലാസറ് അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ ഓർത്ത് ഇതിനു വേണ്ടും വലിയ മടി, അവറാച്ചനെ അബ്രാ ഈ വലിയ മടിയായിട്ട് ചാകുന്നവരെല്ലാം അങ്ങോട്ട് ചെന്ന് മടിയെന്ന് ഉദ്ദേശിച്ചത് പരദീസായ. ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണുക. അബ്രഹാം പിതാവിനെ കാണുന്നു, മടി കാണുന്നു. ലാസർ ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണുക. അബ്രഹാം പിതാവിനെ കാണുന്നു, മടി കാണുന്നു. ലാസർ ഇരിക്കുന്ന കാണുന്നു. ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ല. പുള്ളി അവിടെ കിടന്നോണ്ട് മേപ്പോട്ട് നോക്കി. ചത്ത് കഴിഞ്ഞ കുഞ്ഞവറാച്ച നീ മേപ്പോട്ട് നോക്കി കിടന്നോണ്ട് മേപ്പോട്ട് നോക്കി. ചത്ത് കഴിഞ്ഞ കുഞ്ഞവറാച്ച നീ മേപ്പോട്ട് നോക്കിയാലെന്നാ കീപ്പോട്ട് നോക്കിയാലെന്നാ. ആ നോട്ടം കരയ്ക്ക് ജീവിച്ചിരുന്നപ്പോ നോക്കിയിരുന്ന ഇവൻ രക്ഷപ്പെട്ടേനും. ഈ ഭൂമിയുടെ മുഖത്തെ നീ ജീവിച്ചിരുന്നപ്പം ആ നോട്ടം മേളിലോട്ട് നോക്കിയിരുന്നെങ്കിൽ നിനക്ക് രക്ഷയായിരുന്നു. ചത്ത് കഴിഞ്ഞ് മേപ്പോട്ട് നോക്കിയാലല്ല, കീപ്പോട്ട് നോക്കിയാലല്ല. പിന്നെ എന്നെ മേപ്പോട്ട് വിടാന്ന് പറഞ്ഞ ആൾക്കാർ വരും. സ്വത്തം ചൊല്ലുത്തി മേപ്പോട്ട് കയറി. അവറാച്ചൻ കയറിയോ? പകുതി വരെ ആയി നിൽക്കുക. അടുത്ത കൊല്ലം മിക്കാറും എടാ ഊളത്തരവെല്ലാം നിർത്തേ. ജീവിച്ചിരിക്കുമ്പോ ഉറപ്പിക്കണം. കത്ത് കഴിഞ്ഞ് പ്രസംഗിച്ചോ, പാടിയോ, പ്രാർത്ഥിച്ചോ, ചൊല്ലിയോ, ചൊലുത്തിയോ, ഊതിയോ, ഉന്തിയോ, പുകച്ചോ, ആമൻ സ്തോത്രം ചെയ്തോ, ചെയ്യിപ്പിച്ചോ, ആർക്കും ആരെയെങ്കിലും വിടാനൊക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആ ക്രൂശിലേക്ക് കൺകൾ ഉയർത്ത്. നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത. കാൽവരി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. കാൽവരി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കിയേ. രക്തമോ ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി. സ്വരൂപൻ ആത്മസ്നേഹിതൻ.